അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16 ചൊവ്വാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തുറന്നു പറച്ചിലുകളുമായി മുൻ മന്ത്രി പി രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുത്തു പോകണമായിരുന്നുവെന്നും പി രാജീവ് വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മറികടക്കും എന്നാണ് കരുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് സംഘടിപ്പിച്ച EMS അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് രാജീവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പാളിച്ചകൾ ഏറ്റുപറഞ്ഞത്. സംസ്ഥാനത്ത് സെൻസസ് നടപടികൾക്ക് ഇന്ന് തുടക്കമായി. ജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യമടക്കം ഇപ്പോൾ ലഭ്യമാകും. ഈ മാസം 30 വരെ census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ രേഖപ്പെടുത്താം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാകുക. സംസ്ഥാനത്ത് ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ വർഷം 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗല്ല ബാധിച്ച് 5 പേർ മരിച്ചു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഷിഗല്ല ബാധിച്ച് മരണം സംഭവിച്ചതെന്നും കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ വ്യാപകമായതോടെ കൂടുതൽ പ്രതിരോധ നടപടികളിലേക്ക് നീങ്ങി സംസ്ഥാന സർക്കാർ. ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാത്തതാണ് പകർച്ചവ്യാധികൾ കൂടാൻ കാരണമെന്നതും തെരഞ്ഞെടുപ്പ് കാരണം പലയിടത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടുവെന്നും പകർച്ചവ്യാധികൾ കൂടുന്നത് ആരുടെയും തെറ്റല്ലെന്നും പരിശോധന വിപുലമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ A. പത്മകുമാറിന്റെ സസ്പെൻഷനിൽ കുറ്റപത്രം വന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് CPM. ആത്മകഥ വെളിപ്പെടുത്തൽ ഭീഷണി നടപടിയെ സ്വാധീനിച്ചിട്ടില്ലെന്ന് പാർട്ടി വിശദീകരിക്കുമ്പോഴും കടുത്ത നടപടിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണം ഇതാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. വിജിലൻസ് അന്വേഷണം നേരിടുന്നവരെ പ്രധാന തസ്തികകളിൽ നിയമിച്ചെന്ന പരാതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന്. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നൽകിയ കത്തും യോഗം ചർച്ച ചെയ്യും. മുട്ടിൽ മരമുറി കേസിലെ മരങ്ങൾ ലേലം ചെയ്യാൻ കോടതി അനുമതി. 4 കോടി രൂപ മൂല്യം വരുന്ന മരങ്ങൾ ലേലം ചെയ്യാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. പിടിച്ചെടുത്ത മരങ്ങൾ നിലവിൽ വനംവകുപ്പിന്റെ ഡിപ്പോയിലാണുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് റെയ്ഡ് ചെയ്യണമെന്നും മേയറുടെ ഓഫീസിൽ ആയുധങ്ങളുണ്ടെന്നും CPM നേതാവ് V. ശിവൻകുട്ടി. മേയറുടെ ഒത്താശയോടെയാണ് നഗരത്തിൽ ആക്രമണം നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ അധ്യാപക സ്ഥലം മാറ്റം, KSRTC, PM ശ്രീ പദ്ധതി തുടങ്ങിയ വിഷയങ്ങളിലും അദ്ദേഹം സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ വിമർശനം ഉന്നയിച്ചു. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K. അനുരാഗിനെതിരെ പരാതി. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും സന്ദേശവും അയച്ചെന്നാണ് പരാതി. SFI ഏരിയ കമ്മിറ്റി അംഗമായ പെൺകുട്ടിയാണ് K. അനുരാഗിനെതിരെ പരാതി നൽകിയത്. CPM ജില്ലാ സെക്രട്ടറിക്കാണ് പെൺകുട്ടി പരാതി നൽകിയത്. സംഭവത്തിൽ അനുരാഗിനെതിരെ നടപടിക്ക് സാധ്യത. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയെ അട്ടിമറിക്കാൻ ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്നു എന്ന പ്രചാരണം KSRTC നിഷേധിച്ചു. ഒരേ നിറത്തിലുള്ള ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ യാത്രക്കാർക്ക് തിരിച്ചറിയാനാണ് സ്റ്റിക്കറുകൾ പതിപ്പിച്ചതെന്നും സൗജന്യ യാത്രയുടെ ഓർഡിനറി സർവീസുകൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. KSRTCയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. ലിംഗഭേദം മാത്രം അടിസ്ഥാനമാക്കി യാത്രാ സൗജന്യം നൽകുന്നത് വിവേചനപരമാണെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. എറണാകുളം സ്വദേശി മുഹമ്മദ് ഫിർദൌസാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന് കണ്ണൂർ മേയർ P. ഇന്ദിര. വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച P. ഇന്ദിര മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും പരാതി നൽകി.
സ്ത്രീകൾക്ക് സർക്കാർ നൽകിയ അഭിമാന പദ്ധതിയായിട്ടും വനിതാ മേയറായ തനിക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയില്ലെന്നാണ് പി ഇന്ദിര ആക്ഷേപം ഉയർത്തുന്നത്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ആദ്യ ദിനം 13 ലക്ഷത്തിലധികം സ്ത്രീകൾ KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണത്തിൽ ഏകദേശം ഇരട്ടിയോളം വർധനവാണ് രേഖപ്പെടുത്തിയത്. തന്റെ സ്വകാര്യത ലംഘിക്കുന്ന വീഡിയോ പകർത്തി പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ പാപ്പരാസികൾക്ക് മുന്നറിയിപ്പുമായി ഫാത്തിമ തെഹ്ലിയ MLA. വ്യക്തിപരമായ സംഭാഷണങ്ങളും ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും പ്രചരിപ്പിക്കുന്നത് ഗുരുതര സ്വകാര്യതാ ലംഘനമാണെന്നും ഇത് തുടർന്നാൽ നിയമ നടപടികളിലേക്ക് പോകുമെന്നും MLA വ്യക്തമാക്കി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ റീനയെ സ്ഥലം മാറ്റിയ നടപടി നിയമവിരുദ്ധമാണെന്ന് മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി വിമർശിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലുള്ള ഒരു ഡോക്ടറെ സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് അവരുടെ സമ്മതമില്ലാതെ മാറ്റാൻ കഴിയില്ല. വളരെയധികം സാങ്കേതിക തകരാറുകൾ ഇവിടെയുണ്ട്. ഡോക്ടർ റീനയുടെ പേരിൽ പിഴവുണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് നൽകാമായിരുന്നുവെന്നും ശ്രീമതി കൂട്ടിച്ചേർത്തു. വിമാനത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ EP ജയരാജനെതിരെ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. തെളിവില്ലെന്ന് കാണിച്ച് പോലീസ് എഴുതി തള്ളിയ കേസ് പരാതിക്കാരൻ നൽകിയ തർക്ക ഹർജിയെ തുടർന്നാണ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. സർക്കാർ അഭിഭാഷകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. നിയമനങ്ങളിലെ കൃത്രിമത്വം പുനഃപരിശോധിക്കാൻ ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്നാണ് ആവശ്യം. മറ്റ് പാർട്ടിക്കാരുടെ നിയമനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പുകമറയിലാക്കിയെന്നും കുറ്റപ്പെടുത്തലുണ്ട്. ഇത്തരം നിയമനങ്ങൾക്ക് പിന്നിൽ പാർട്ടിയിലെ തന്നെ ചില നിഷ്പക്ഷ താൽപര്യക്കാരാണെന്നും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും കടത്തുരുത്തി MLAയുമായ മോൻസ് ജോസഫ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ സൗഹൃദ സന്ദർശനം നടത്തി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മന്ത്രിയായി ചുമതലയേറ്റ ശേഷം വെള്ളാപ്പള്ളിയെ കാണാൻ ആദ്യമായാണ് മോൻസ് ജോസഫ് എത്തിയത്. നടൻ ടിനി ടോമിനെതിരായ നടി അൻസിബ ഹസന്റെ പരാതിയിൽ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോന്റെ മൊഴിയെടുത്ത് കടവന്ത്ര പോലീസ്. ടിനി ടോം വർഗീയ അധിക്ഷേപം നടത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ശ്വേതയുടെ മൊഴി. അൻസിമ മതം മാറ്റാൻ ശ്രമിച്ചെന്ന് ടിനി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ശ്വേത മൊഴി നൽകി. ടിനി ടോമിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കരിമണൽ കമ്പനി CMRLന്റെ MD ശശിധരൻ കർത്തയുടെ മകളെ ഇന്നലെ ചോദ്യം ചെയ്ത ED ഇന്ന് ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്തു. ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും മകൻ ശരൺ S കർത്തയും ഇന്ന് ED ഓഫീസിൽ ഹാജരായി. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ മുകളിൽ അസാധാരണമായ രീതിയിൽ നിറവ്യത്യാസം കണ്ടെത്തി. ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്ത് എന്തോ ദ്രാവകം ഒഴിച്ചതാണോ എന്ന സംശയമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ശബരിമലയിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. കർണാടകയിലെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ ഗൃഹലക്ഷ്മി, ഗൃഹജ്യോതി പദ്ധതികളിൽ DK ശിവകുമാർ സർക്കാർ പുനഃപരിശോധന നടത്തുന്നു. അനർഹരെ ഒഴിവാക്കി സാമ്പത്തിക ചോർച്ച തടയുകയാണ് ലക്ഷ്യമെന്ന് വിശദീകരണം. കൈപ്പൊള്ളിയപ്പോൾ പിന്മാറിയെന്ന് BJP വിമർശിച്ചു. രാജ്യത്ത് കഫ് സിറപ്പുകൾ ഉൾപ്പെടെ എല്ലാ സിറപ്പുകളും വാങ്ങുന്നതിന് ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരവിറക്കി. വ്യാജ സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവങ്ങളെ തുടർന്നാണ് ഈ നടപടി. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഈ നിയമം സിറപ്പുകളുടെ സുരക്ഷിത ഉപയോഗം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ആധാർ കാർഡ് പൗരത്വത്തിന്റെയോ താമസ സ്ഥലത്തിന്റെയോ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്ന പൊതു താൽപര്യ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചു. ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമായി പരിഗണിക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയെന്നും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സഖ്യം തകരാൻ കാരണമെന്നും DMK.
DMKയുടെ മുഖപത്രമായ മുരശൊലിയിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പക്വതയില്ലായ്മയെയും അവിശ്വസ്തതയെയും കടന്നാക്രമിച്ചുകൊണ്ട് കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യസഭ MLC തെരഞ്ഞെടുപ്പുകളിലെ ക്രോസ് വോട്ടിംഗ് ഭയന്ന് കർണാടകയിലെ കോൺഗ്രസ് MLAമാരെ റിസോർട്ടിലേക്ക് മാറ്റുന്നു. നിയമസഭയിലെ അംഗബലം വെച്ച് 4 സീറ്റുകൾ ഉറപ്പാണെങ്കിലും 5ാമതൊരു സ്ഥാനാർത്ഥിയെ കൂടി വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് നീക്കം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. നീറ്റ് പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ക്രമക്കേട് നടന്ന സെന്ററുകളിലെ പരീക്ഷ മാത്രം റദ്ദാക്കിയാൽ മതിയെന്നാണ് ഹർജിയിലെ വാദം. ഇതിനിടെ വിദ്യാർത്ഥികൾ പരീക്ഷ നീട്ടണമെന്നാവശ്യപ്പെട്ട് NTA-ക്ക് നിവേദനം നൽകുകയും ചെയ്തു. രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കി. പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന സെൽഫ് ബ്രോഡ്കാസ്റ്റ് സേവനം ഇന്ത്യയിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സംവിധാനത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിച്ച ശേഷം സേവനം പുനരാരംഭിക്കുമെന്നാണ് സൂചന. തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ ഇരുപക്ഷത്തെയും കേൾക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർട്ടിയിലെ വിമത നീക്കങ്ങളെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വത്തിനും വിമത MPമാർക്കും സ്പീക്കറുടെ ഓഫീസ് കത്തയച്ചിട്ടുണ്ട്. മമത പക്ഷത്തെയും വിമതരെയും കേട്ട ശേഷം ലയനത്തിൽ തീരുമാനമെടുക്കാനാണ് തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് വിട്ട വിമത MPമാർ ഒന്നടങ്കം NCPIയിൽ ലയിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ കൂടുതൽ കലുഷിതമായി ബംഗാളിലെ രാഷ്ട്രീയ നാടകം. കൂടുതൽ പേർ വിമതർക്കൊപ്പം ചേർന്നേക്കുമെന്നാണ് സൂചന. മമതാ ബാനർജിയുടെ അടുത്ത അനുയായിയും കൊൽക്കത്ത പോർട്ട് MLAയുമായ ഫിർഹാദ് ഹക്കീം BJP നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ സുവേദു അധികാരിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. സിന്ധു നദീതട സംസ്കാരത്തിലെ ഡാൻസിംഗ് ഗേൾ ശില്പത്തിന്റെ ചിത്രം പാഠപുസ്തകത്തിൽ വികലമാക്കിയതിനെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് NCERT തിരുത്തൽ നടപടി സ്വീകരിച്ചു. 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ശില്പത്തിന് വസ്ത്രം ധരിപ്പിച്ച ചിത്രം നൽകിയത് വലിയ വിവാദമായതോടെ യഥാർത്ഥ ചിത്രം തന്നെ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിലെ കുൽത്തലിയിൽ മോഷ്ടാവെന്നാരോപിച്ച് ആൾക്കൂട്ടം കൊലപ്പെടുത്തിയത് മംഗളൂരു സ്വദേശിയായ സന്ദീപ് നായിക്കിനെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഭാഷ അറിയാത്തതിനാൽ ആശയക്കുഴപ്പമുണ്ടായതാണ് ആക്രമണത്തിന് കാരണമായതെന്നും സംഭവത്തിൽ പോലീസ് 7 പേരെ പിടികൂടിയിട്ടുണ്ടെന്നും റിപ്പോർട്ട്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, പഞ്ചാബ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. 2027 നടക്കാനിരിക്കുന്ന സെൻസസ് നടപടികളുമായി തീയതികൾ ഒന്നിച്ചുവരുന്നത് ഒഴിവാക്കാനാണ് ഈ നീക്കം. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലവർദ്ധനവിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഡീസലിന്റെയും വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതിക്കുള്ള വിൻഫോൾ നികുതി വർദ്ധിപ്പിച്ചു. പെട്രോൾ കയറ്റുമതി നികുതിയിൽ മാറ്റമില്ല. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനും കയറ്റുമതിക്കാരുടെ അമിത ലാഭം തടയാനുമാണ് ഈ നടപടി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് സഹേദ് ഉർ റഹ്മാനെ ദില്ലി വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതിനെ തുടർന്ന് അദ്ദേഹം സന്ദർശനം ഉപേക്ഷിച്ച് മടങ്ങി. സംഭവത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ബംഗ്ലാദേശ് സർക്കാർ ധാക്കയിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ പവർ ബാധയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. അപ്രതീക്ഷിതവും ദൗർഭാഗ്യകരവുമായ സംഭവമാണ് ഉണ്ടായതെന്നും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ വ്യക്തമാക്കി. US ഇറാൻ ധാരണയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ധനവും രാസവളവുമായി എത്താൻ 34 കപ്പലുകൾ കാത്തിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഡിജിറ്റലായി കരാറിൽ ഒപ്പുവെച്ചെങ്കിലും ആണവ നിയന്ത്രണങ്ങൾ, ഉപരോധം പിൻവലിക്കൽ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ പൂർണ്ണ സമവായം ആയിട്ടില്ല. ലോകകപ്പിൽ കിരീടം നിലനിർത്താൻ ഇറങ്ങുന്ന നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ നേരിടാനിറങ്ങുന്നു. കാൻസാസ് സിറ്റിയിലെ
ആരോഹെഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 6:30 അർജന്റീന അൾജീരിയ ലോകകപ്പ് പോരാട്ടം. ഇതിഹാസ താരം ലിയോണൽ മെസ്സിയുടെ കരിയറിലെ 200ാം അന്താരാഷ്ട്ര മത്സരമെന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. 6ാം ലോകകപ്പിനിറങ്ങുന്ന അർജന്റീന നായകൻ ലയണൽ മെസ്സിക്ക് ഏറ്റവും കൂടുതൽ ലോകകപ്പുകളിൽ കളിക്കുന്ന താരമെന്ന ഖ്യാതി കൂടിയാണ് പേരിനൊപ്പം ചേരുന്നത്. ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എച്ചിൽ നടന്ന മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ യുറഗ്വായെ സമനിലയിൽ പൂട്ടി സൗദി അറേബ്യ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയാണ് സമനിലയിൽ പിരിഞ്ഞത്. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം യുറഗ്വായ് 80ാം മിനിറ്റിലാണ് തിരിച്ചടിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ജിയിൽ നടന്ന മത്സരത്തിൽ ഇറാനും ന്യൂസിലാൻഡും 2 ഗോളുകൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ന്യൂസിലാൻഡിനായി എലിജ ജസ്റ്റ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഇറാനു വേണ്ടി റാമിൻ റസയാനും മുഹമ്മദ് മൊഹിബിയും ലക്ഷ്യം കണ്ടു. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ന്യൂസിലാൻഡിനെതിരെ 2-2 സമനില വഴങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഫുട്ബോൾ ടീമിനോട് യുഎസിൽ നിന്നും അടിയന്തരമായി രാജ്യം വിടാൻ ആവശ്യപ്പെട്ട് അധികൃതർ. കളി കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം രാജ്യം വിടാൻ ഇറാൻ ടീമിനോട് യുഎസ് അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.